എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് വറുത്തരച്ച ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി നോക്കിയാലോ. ഇത് ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ ഒഴിച്ചത്. ഇനി ഇതിലേക്ക് നമുക്ക് പെരുംജീരകവും കുരുമുളകും ഏലക്കയും ഗ്രാമ്പൂവും ഒരു പട്ടയവുമാണ് ചേർക്കാനുള്ളത്. അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ 1.5 ടീസ്പൂൺ പെരുംജീരകമാണ് ചേർത്തത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള എല്ലാ ചേരുവകളും കൂടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളകും 3 ഏലക്കയും 3 ഗ്രാമ്പൂവും ഒരു ചെറിയ കഷ്ണം പട്ടയവുമാണ് ചേർത്തത്. ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ 1 തണ്ട് കറിവേപ്പിലയും 3 പച്ചമുളകും 8 ചെറിയ ഉള്ളിയും കൂടി ചേർക്കുന്നുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് തേങ്ങയാണ്. തേങ്ങ ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി ചെറിയൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ തേങ്ങയുടെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂടാറിയ ശേഷം ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ആദ്യം ഒന്ന് പൊടിച്ചെടുക്കണം. അതിനുശേഷം അല്പം വെള്ളം ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നാടൻ കറി ആയതുകൊണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കുന്നതാവും നല്ലത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ 3 മീഡിയം വലിപ്പത്തിലുള്ള സവാളയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഇനി സവാള നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് അടുത്തതായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയുമാണ് ഞാനിപ്പോൾ ചേർത്തത്. ഇനി ഇത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇവിടെ ഇതെല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയുമാണ് ചേർക്കുന്നത്. ചെറിയ തീയിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. കാശ്മീരി മുളകും സാധാരണ മുളകും കൂടി ചേർത്ത് പൊടിച്ചു വെച്ചതാണ് 1 ടേബിൾ സ്പൂൺ ചേർത്തത്. പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഒരു വലിയ തക്കാളിയും കൂടി ചേർത്തിട്ടുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി തക്കാളി ഒന്ന് നമുക്ക് നന്നായിട്ട് സോഫ്റ്റ് ആകുന്നത് വരെ അതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഒരു 2-3 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ പാകത്തിന് നല്ലതുപോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന 1 കിലോ ചിക്കനാണ് ചേർത്തത്. ഞാൻ വളരെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ചിക്കൻ മുറിച്ചിട്ടുള്ളത്. ഈ ചിക്കൻ മസാലയുമായിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ചിക്കൻ നല്ലതുപോലെ ഈ മസാലയുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഒരു 6 മുതൽ 7 മിനിറ്റ് വരെ നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 7 മിനിറ്റ് ഇപ്പോൾ ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണിത്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒന്ന് ഒഴിക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് ചൂടുവെള്ളമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് ചാറോട് കൂടിയിട്ട് ആണ് ഇത് തയ്യാറാക്കുന്നത്. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇതൊരു 1/4 വേവ് ആകുമ്പോഴാണ് ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന ആ തേങ്ങയുടെ കൂട്ട് ചേർക്കാനുള്ളത്. ഇപ്പോൾ ഏകദേശം ഒരു 1/4 വേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ വറുത്തെടുത്തിട്ട് അരച്ചെടുത്ത തേങ്ങയുടെ കൂട്ടാണിത്.
അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ വറുത്തെടുത്ത തേങ്ങയും മസാലയും ഒക്കെ വളരെ കുറച്ച് വെള്ളത്തിൽ വേണമെന്ന് അരച്ചെടുക്കാനായിട്ട്. ഇനി ആ മിക്സിയുടെ ജാറ് കഴുകിയ കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് ഇതൊരല്പസമയം കൂടി ഒന്ന് വേവിച്ചെടുക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണിത്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. ഇത് കുറച്ച് സമയം അടച്ചു വെച്ച് വേവിച്ചെടുത്ത ശേഷം ഞാനിപ്പോൾ തുറന്നിട്ടുണ്ട്. ഇപ്പോൾ ചിക്കനൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഞാനൊരല്പം ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് അപ്പത്തിനും ചപ്പാത്തിക്കും അതുപോലെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ ചാറൊക്കെ നല്ലതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ചേർക്കുകയാണ്. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണിത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു നാടൻ വറുത്തരച്ച ചിക്കൻ കറി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ചാനലിലെ റെസിപ്പികളൊക്കെ ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്